നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസമാണ്. അതിനു മുൻപേ തന്നെ തുടങ്ങുന്നു ചില അടിപിടികൾ എന്നതാണ്. വെള്ളനാട്, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ വാഹനം തടഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ തർക്കമുണ്ടായി. സത്യപ്രതിജ്ഞാ റിപ്പോർട്ടുകൾ കളക്ടറേറ്റിൽ സമർപ്പിച്ച് മടങ്ങി വരവെയാണ് കുളക്കോട് ഭാഗത്ത് വെച്ച് പ്രസിഡന്റ് വാഹനം തടഞ്ഞത്. ഇന്നത്തെ വിഷയം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കത്ത് കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അതിനുവേണ്ടി ഒരു ഡ്രൈവറെ ഒരു ജീവനക്കാരനെയും കൂടെ പറഞ്ഞു വിട്ടു. അവരത് കൊണ്ടുപോയി തിരിച്ചു വരണ വഴിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അവരത് തിരിച്ച് താക്കോൽ മേടിച്ച് വെച്ചത്. ഡ്രൈവറെ താക്കോൽ മേടിച്ചിട്ട് വണ്ടി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് കേട്ടോണ്ട് ഞാനിങ്ങനെ വരികയും ചെയ്തു. 5 മണിക്ക് ശേഷം നമുക്ക് സർക്കാർ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. രാവിലെ പ്രസിഡന്റ് വിളിക്കട്ടെ, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. 5 മണിക്ക് ശേഷം നമുക്ക് ഔദ്യോഗിക വാഹനം കൊടുക്കാൻ പറ്റില്ല. ആ ഒരു നിയമപ്രകാരമാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. പിന്നെ പാർട്ടിക്കാരുടെ വിട്ട് സംസാരിച്ചിട്ടുണ്ട്. രാഹുലിൻ്റെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഈ വെള്ളനാട് ശശി നേരത്തെയും ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടതാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റുള്ളൂ. ആ നിമിഷം തന്നെ സ്വന്തം വണ്ടി കിട്ടിയില്ലെങ്കിൽ കലിപ്പാണോ? അതെ, കുറച്ച് നാളുകളായി ഈ വിവാദങ്ങൾ നിലനിൽക്കുകയാണ് വെള്ളനാട് ശശി. ഇപ്പോൾ എന്തായാലും ഭരണസമിതി LDF അധികാരത്തിൽ വന്നതോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എന്തായാലും ഔദ്യോഗിക കർത്തവ്യം കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനം തിരികെ വരുമ്പോഴാണ് തനിക്ക് വാഹനം വെള്ളനാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടതായി ആവശ്യമുണ്ട്, അതുകൊണ്ട് വാഹനം വേണമെന്ന് പറയുമ്പോൾ സെക്രട്ടറി ഇത്തരത്തിൽ 5 മണിക്ക് ശേഷം വാഹനം വിട്ടുതരാൻ കഴിയില്ല എന്ന എതിർപ്പ് ഉന്നയിക്കുന്നത്. അത് ഒരു തർക്കത്തിലേക്ക് പോവുകയും വാഹനത്തിൻ്റെ താക്കോൽ ഉൾപ്പെടെയുള്ളവ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ശേഷം വെള്ളനാട് ശശി വീട്ടിലാക്കിയ ശേഷം, കുളക്കോട്ടെ വീട്ടിലാക്കിയ ശേഷമാണ് വാഹനം മടങ്ങിപ്പോകുന്നത്. ഇവിടെ സാങ്കേതികമായി പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിന് ഏത് സമയത്തും ഈ പറയുന്നത് പോലെ ഔദ്യോഗിക കാര്യങ്ങൾക്കാണെങ്കിൽ വാഹനം ഉപയോഗിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്നുള്ളതുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിലാണ് വ്യക്തത വേണ്ടത്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ ദിനം എവിടെ പോകാനാണ് വാഹനം ആവശ്യപ്പെട്ടത്, അങ്ങനെ ആവശ്യപ്പെടുന്ന എന്താണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതും എന്നും ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും 5 മണിക്ക് ശേഷം എന്ന സാങ്കേതികത്വം അത് എത്തരത്തിൽ പറയാനാകുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇത്തരം ഈ പ്രവണതകൾ അത് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഇടപെടുമ്പോൾ അതിലൊരു തന്മയത്വവും നയപരമായ തീരുമാനത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന ഒരു അവസരമുള്ളപ്പോൾ എത്തരത്തിലാണ് ഇങ്ങനെ ഒരു നടുറോട്ടിലേക്ക് ഇറങ്ങി ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഈ ഒരു വാക്ക് തർക്കമൊക്കെ ആയി മാറുന്നത്? രാഹുൽ, ഇന്ന് ഭരണത്തിലേക്ക് കയറുകയാണ് അല്ലേ? ഒരു അടുത്ത 5 വർഷം ഒരു പഞ്ചായത്തിനെ വളരെ സമാധാനപരമായും സന്തോഷകരമായൊക്കെ വികസനത്തിലേക്ക് നയിക്കേണ്ട ഒരാളാണ്. അതൊരു വണ്ടിയുടെ കീഴിൽ ഇപ്പോൾ അവർ നേരത്തെ പറയുന്നുണ്ട്, അതിനൊരു നടപടിക്രമമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ രേഖകളൊക്കെ അവർക്ക് കളക്ടറേറ്റിൽ ഹാജരാക്കണം. അതിനൊരു സാവകാശം അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു ക്ഷമ പോലും ഇല്ലാത്ത ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമാവും. ഈ സംശയങ്ങളാണ് ആളുകൾക്കുള്ളത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് കടയിലെ ജീവനക്കാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ ഇത്തരത്തിലാണ് ഒരു പൊതുപ്രവർത്തനം ഇടപെടേണ്ടത് എന്ന ചോദ്യം നിലനിന്നിരുന്നു. കാരണം കാര്യങ്ങളെ നയപരമായി സംസാരിച്ച് അതിൽ ഒരു നീക്കുപോക്കുണ്ടാക്കി അത്തരത്തിലാകണം. കുറേയധികം മനുഷ്യരെ കാണേണ്ട ഒരു പദവിയാണ് അവിടെ. അത്തരം മനുഷ്യർ വിഷമങ്ങളുമായി വരും, ചിലർ ശോഭിക്കും. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും, ജനപ്രതിനിധി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇനി നയിക്കേണ്ടത് വെള്ളനാട് ശശി എന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ശുഭിതനാകുന്ന നടുറോട്ടിൽ ഇത്തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പിന്നെ എന്ത് വിശ്വാസ്യത ഉണ്ടാകുന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. എന്തായാലും അത് കാലം മുന്നോട്ട് തെളിയിക്കേണ്ടതാണ്. അപ്പോഴും ഇത് വിമർശനമായി നിലനിൽക്കുകയാണ് ഈ ഇടപെടൽ. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇനി വെള്ളനാട് പഞ്ചായത്ത് സംഭവിക്കാൻ പോകുന്ന. ഒരു വാഹനത്തിന്റെ പേരിൽ ഇങ്ങനൊരു തർക്കത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ എന്ന് അദ്ദേഹവും ചിന്തിക്കുക, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും.